കലിമ അല്ലെങ്കിൽ കൽമ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം വചനം അഥവാ പ്രസ്താവന, സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഷഹാദ എന്ന വാക്കിൻ്റെ അർത്ഥം ടെസ്റ്റിമണി അഥവാ സാക്ഷ്യം എന്നാണ്. അതിനാൽ ഇസ്ലാമിൽ കൽമയും ഷഹാദയും സൂചിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രഖ്യാപനം അഥവാ സാക്ഷ്യവചനം എന്നതാണ്. അത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ളതാണ്. ഈ ആശയങ്ങൾ ഖുറാനിലുണ്ടെങ്കിലും ഈ കലിമ അതേപടി അക്ഷരം പ്രതി ഖുറാനിലില്ല. എങ്കിലും ഖുറാനിലെ ആശയങ്ങളെ കാച്ചിക്കുറുക്കി സ്വാംശീകരിച്ചിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് അത് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നത്. ത്രിത്വം എന്ന വാക്ക് എന്ന പ്രയോഗം ബൈബിളിൽ ഇല്ല എങ്കിലും ബൈബിളിൽ ആദിയോടന്തം ഉടനീളം ആ ഒരു ചിന്താരീതി ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഖുറാനിൽ കലിമയുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പരിച്ഛേദന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആചാരമാണെങ്കിലും പരിച്ഛേദന ആചരിക്കണമെന്ന് ഖുറാനിൽ പറയുന്നില്ല. പരിച്ഛേദനയെപ്പറ്റി ഖുറാൻ പറയുന്നില്ല. അത് ബൈബിളിലെ ഒരു ആചാരമാണ്. പരിച്ഛേദന ബൈബിളിലെ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ ആചാരമാണ്. ന്യായപ്രമാണം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾ പരിച്ഛേദന ആചരിക്കാറില്ല. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ട് അതിനെ അന്ധമായി നിഷേധിച്ച് എതിർക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് സത്യത്തിൽ തുണി പൊക്കി നോക്കി വെടിവെക്കുന്ന തരത്തിലുള്ള തരം താഴ്ന്ന പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കണം. അതായത് ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തെ നിഷേധിക്കുന്നവർ സഹജീവികളോട് ക്രൂരമായി കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടത്. പിന്നെ ബൈബിളിലെയും ഖുറാനിലെയും ദൈവസങ്കല്പത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ബൈബിളിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ പറയുന്നത് ആരാണ്? യഹോവയായ ദൈവം. യഹോവ എന്ന പ്രോപ്പർ നെയിമുള്ള ദൈവം മോശയോട് പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. എന്നാൽ ഇസ്ലാമിലും ഖുറാനിലും അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ രണ്ട് പ്രസ്താവനകളിലും യഹോവയും അല്ലാഹുവും രണ്ട് വ്യത്യസ്ത പ്രോപ്പർ നെയിംസാണ്, വ്യക്തികളുടെ പേരുകളാണ്. അതിനാൽ അവ രണ്ട് വ്യത്യസ്ത ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു എന്നും വ്യക്തമാണ്. യഹൂദർ യഹോവയെ സത്യദൈവമായി അംഗീകരിക്കുന്നു. ക്രിസ്ത്യാനികളാകട്ടെ യേശുവിനെ യഹോവയുടെ മനുഷ്യരൂപത്തിലുള്ള പ്രത്യക്ഷതയായും അംഗീകരിച്ച് വിശ്വസിക്കും. മുസ്ലിമുകൾ അല്ലാഹുവിനെ ഏക ദൈവമാക്കുന്നു. യഹോവയാണ് ഏകദൈവം എന്ന് തങ്ങളുടെ കലിമയിൽ പറയുവാൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കഴിയുന്നില്ല. യേശുവിനെ യഹോവയുടെ പ്രത്യക്ഷതയായി അംഗീകരിക്കാനോ യേശുവിൻ്റെ ദൈവപുത്രത്വത്തെയോ മരണത്തെയോ ഉയിർപ്പിനെയോ അംഗീകരിക്കാനോ മുസ്ലിമുകൾക്ക് കഴിയുന്നില്ല. അതിനാൽ ബൈബിളിലെ യഹോവയല്ല ഖുറാനിലെ അല്ലാഹു എന്ന് വ്യക്തമാണ്. അല്ലാഹു എന്ന വാക്ക് ബൈബിളിലില്ല. യഹോവ എന്ന വാക്ക് ഖുറാനിലുമില്ല. യഹോവ പ്രവാചകന്മാരോട് നേരിട്ട് സംസാരിക്കുക മാത്രമല്ല, കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും പാപപരിഹാരം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. എന്നാൽ അല്ലാഹു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയോ പ്രവാചകരോട് പോലും നേരിട്ട് സംസാരിക്കാതെ ജിബ്രീൽ എന്ന ദൈവദൂതനിൽ കൂടി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന കാര്യം മുസ്ലിമുകൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതുമാത്രവുമല്ല, യഹോവയെ ദൈവമായി വിശ്വസിക്കുന്നവരും അല്ലാഹുവിനെ ദൈവമായി വിശ്വസിക്കുന്നവരും തമ്മിൽ ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ നൂറ്റാണ്ടുകളായി വളരെയേറെ സംഘർഷവും യുദ്ധവും തുടരുന്നുണ്ട് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യഹോവയും അല്ലാഹുവും
രണ്ട് വ്യത്യസ്ത ദൈവങ്ങളാണെന്നും അവ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൂല്യസംഹിതകളും ദൈവശാസ്ത്രങ്ങളുമാണ് മുൻപോട്ട് വയ്ക്കുന്നത് എന്നും വ്യക്തമായ ഒരു സത്യമാണ്. എന്നാൽ സത്യദൈവം ഒന്നു മാത്രമേയുള്ളൂ എന്നും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് ഒരേ സമയം സത്യമായിരിക്കുവാൻ കഴിയുകയില്ല എന്നും നമുക്കറിയാം. അപ്പോൾ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹമാണ് വാസ്തവത്തിൽ ഇന്ന് മനുഷ്യവർഗത്തിന്, ലോക സമൂഹത്തിന് ആവശ്യം. പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുക, സഹായിക്കാൻ കഴിയുക, മാനുഷികമായ തെറ്റുകൾ പരസ്പരം ക്ഷമിക്കുക, അതൊക്കെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യസംഹിത. അതാണ് ലോകത്തിന് ആവശ്യം. അതാണ് ലോക സമൂഹത്തെ വാസ്തവത്തിൽ നിലനിർത്തുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെയും ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയിർപ്പിനെയും ഒക്കെ നിഷേധിക്കുന്ന ക്രിസ്തു വിരുദ്ധമായ മൂല്യസംഹിതകൾ വാസ്തവത്തിൽ വെറുപ്പിലേക്കാണ് മനുഷ്യനെ നടത്തുന്നത്. സമൂഹങ്ങൾ തമ്മിൽ വെറുപ്പ്, മതങ്ങൾ തമ്മിൽ വെറുപ്പ്, ഭീകരത, കൊലപാതകം, ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു മൂല്യസംഹിതയുടെ പ്രതിഫലനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. പാപം ചെയ്ത് പാപത്തിനും മരണത്തിനും സാത്താനും ലോകതത്വങ്ങൾക്കും അടിമയായി തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതിൻ്റെ പൂർത്തീകരണമായി ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായി കാൽവരി ക്രൂശിൽ രക്തബലിയായി തീരുക എന്നതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം. ആ ദൗത്യം യേശു തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പൂർത്തീകരിച്ചു. മനുഷ്യപാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. രക്തം ചിന്തിയിട്ടല്ലാതെ പാപത്തിന് മോചനമില്ല എന്ന ദൈവപ്രമാണത്തിൻ്റെ ആവശ്യകതയെ മനുഷ്യ മനസ്സിൽ ഉറപ്പിക്കുവാനും ബോധ്യപ്പെടുത്തി തെളിയിക്കുവാനും പഴയ നിയമത്തിൽ പെസഹ തുടങ്ങി വിവിധ ബലിയർപ്പണങ്ങൾ തുടർന്നു പോകുന്നു. അത്തരം അപൂർണതയുള്ള രക്തബലികളെല്ലാം യേശുവിൻ്റെ പൂർണ്ണതയുള്ള പാപപരിഹാര യാഗത്തിലേക്കുള്ള ചൂണ്ടുപലകകളും പ്രവചന സംഭവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ നോക്കി, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്നു നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത്. യേശു കുരിശിൽ കിടന്ന് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത് എല്ലാം പൂർത്തിയായി എന്നാണ്. അതായത് യേശുവിൻ്റെ കുരിശിലെ യാഗമരണത്തോടെ മനുഷ്യ പാപപരിഹാരത്തിനായുള്ള ദൈവിക പദ്ധതിയും പ്രവൃത്തിയും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം യേശുവിൻ്റെ കുരിശുമരണത്തിൽ നിവർത്തിയായി. പഴയ നിയമ കാലഘട്ടത്തിലെ ന്യായപ്രമാണ യുഗത്തിലെ എല്ലാ ബലിയർപ്പണങ്ങളും പെരുന്നാളുകളും സമാഗമന കൂടാരവും ദേവാലയവും ഉപകരണങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം അവയുടെ പൂർത്തീകരണമായി നിറവേറാനിരുന്ന യേശുവിൻ്റെ രക്ഷാകരമായ ബലിയർപ്പണത്തിൻ്റെ വിശദാംശങ്ങളെ നിഴലായി വരച്ചു കാണിക്കുന്ന അത്ഭുതകരമായ പ്രവചന സംഭവങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെയും പൂർത്തീകരണം ക്രിസ്തുവിൽ കാണാം. മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും തികവുറ്റ പ്രത്യക്ഷതയും വെളിപ്പാടും മനുഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കണമെന്നത് തർക്കമറ്റ വസ്തുതയാണ്. മൂല്യസംഹിതയും ന്യായപ്രമാണവും പുസ്തകവുമൊക്കെ അപൂർണമായ വെളിപ്പാടുകളായി മാത്രമേ നമുക്ക് കണക്കാക്കുവാൻ കഴിയൂ. എന്നാൽ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, ദൃശ്യരൂപമാണ്. മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മനുഷ്യ പ്രത്യക്ഷതയാണ്. മനുഷ്യനു വേണ്ടി ദൈവം മനുഷ്യനായി വരുന്നതാണ് നാം ക്രിസ്തുവിൽ കാണുന്നത്. എന്നിട്ട് ആ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക്, മനുഷ്യ പാപത്തിന്, മരണത്തിന്, നിത്യജീവന് ഒക്കെ ഒരു പരിഹാരം ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. വിശ്വസിക്കുന്നവർ അവനിലുള്ള വിശ്വാസത്താൽ പരിപൂർണരായിത്തീരുന്നു. കാരണം ക്രിസ്തു തൻ്റെ യാഗമരണത്താൽ മനുഷ്യപാപത്തിൻ്റെ ശിക്ഷയായ മരണം അനുഭവിച്ചു. അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ഈ പാപപരിഹാര ദൗത്യം വളരെ വിജയകരമായി നിർവഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ചരിത്ര സംഭവമായ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്.
ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും നിഷേധിക്കുന്നവർ സത്യദൈവത്തിൻ്റെ മനുഷ്യവർഗത്തിനായുള്ള സ്നേഹ ദൗത്യത്തെ നിഷേധിക്കുകയും വെറുപ്പിൻ്റെ സന്ദേശം പടർത്തി സമൂഹത്തിൽ കലഹത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയും ചെയ്യും.